فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഹാഫിദുർ റഹ്മാൻ, ബാസിൽ അമാൻ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരന്മാരെ, സഹൃദയരായ സഹോദരിമാരെ, മാതാപിതാക്കളെ, ബ്രഹ്മാണ്ഡങ്ങളകിലവും അടക്കി വാഴുന്ന ജഗന്നിയന്താവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. വളരെ ദീർഘമായ ഒരു യാത്രയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ക്ഷീണം എന്നെ ബാധിച്ചിട്ടുണ്ട്. ദീർഘിച്ച 2-3 പ്രസംഗങ്ങളുടെ ക്ഷീണം നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഒരാളുടെ, ഒരു സദസ്സിൻ്റെ ശ്രദ്ധയോടെ കേട്ടിരിക്കുവാനുള്ള ജാഗ്രത ഏറ്റവും കൂടുതൽ 30 മിനിറ്റാണ്. 30 മിനിറ്റ് കഴിഞ്ഞാൽ അവരുടെ ജാഗ്രത അവസാനിക്കുമെന്നാണ് മനഃശാസ്ത്രം പറയാറുള്ളത്. നിങ്ങൾ ഏകദേശം 9 മണി മുതൽ 12:30 വരെയായി 3.5 മണിക്കൂർ നേരമായിരിക്കും. ഇനിയൊരു ക്ലാസ്സോ പ്രസംഗമോ ഒന്നും അങ്ങോട്ടേക്ക് കടക്കുക വളരെ പ്രയാസകരമായിരിക്കും. മാത്രവുമല്ല, എനിക്ക് മുന്നിൽ ഇനിയുള്ളത് 15-20 മിനിറ്റാണ്. നിങ്ങൾക്കും എനിക്കും അതൊരനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നു. ക്യാമ്പസ് ജീർണതകൾക്കെതിരെ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ക്യാമ്പസ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിജ്ഞാനത്തിന് വേണ്ടി, അറിവിന് വേണ്ടി ഒരുപറ്റം ആളുകൾ, ഒരുപറ്റം കുട്ടികൾ, വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേരുന്ന സ്ഥലമാണ്. കലാലയം എന്നുള്ള മലയാള പരിഭാഷയാണ് ക്യാമ്പസിനേക്കാൾ കുറച്ചുകൂടി നല്ലത്. എന്തുകൊണ്ട് ക്യാമ്പസുകൾ ജീർണിച്ചു പോകുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ. എന്തുകൊണ്ട് സമൂഹം ജീർണിക്കുന്നു, അതുപോലെ തന്നെയാണ് ക്യാമ്പസും ജീർണിക്കുക. ഇവരാരും ക്യാമ്പസുകളിൽ ജീവിക്കുന്ന, കലാലയങ്ങളിൽ ജീവിക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ പ്രത്യേക ഗ്രഹത്തിൽ നിന്നൊന്നും വന്നിറങ്ങുന്നവരല്ല. തങ്ങളുടെ വീടുകളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് എത്തിപ്പെടുന്നവരാണ്. അവരുടെ പ്രായവും അവരുടെ ചിന്തകളും അവരിടപെടുന്ന സാമൂഹിക ചുറ്റുപാടുമെല്ലാം പലപ്പോഴും അവരുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ, ക്യാമ്പസിൻ്റെ, കലാലയത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കാറുണ്ട്. 2 തരം വിദ്യാഭ്യാസമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത്. അത് നമ്മുടെ നാടുകളിലുള്ള, 3-ാം ലോക രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ ശൈലികളും രീതികളും. രണ്ടാമതായി, മുതലാളിത്തം ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ രീതി. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു മുതലാളിത്ത വിദ്യാഭ്യാസ രീതിയാണ്. അറബിക് കോളേജിൻ്റെ അകത്തിരുന്നു കൊണ്ട് നമ്മൾ സ്വപ്നം കാണുന്നതും നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതുമെല്ലാം ഞാൻ ഏതോ അപരിഷ്കൃതമായ അല്ലെങ്കിൽ അപക്വമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഡക്റ്റായി പോകുമല്ലോ എന്നൊരു ചിന്തയാണ് പലപ്പോഴും അറബിക് കോളേജുകളെ പോലും ഇന്ന് ഗ്രസിച്ചിട്ടുള്ളത്. കാനഡയിലെ ഹൈസ്കൂളുകളിലേക്ക്, വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ തോക്കുകളുമായി കടന്നു വരാറുണ്ട്.
എന്നിട്ട് തൻ്റെ സഹപാഠിയെ വെടിവെച്ച് കൊല്ലും. ഇതൊരുപാട് കാലമായി കാനഡയിലും അമേരിക്കയിലുമെല്ലാം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. സത്യത്തിൽ എന്താണ് നമ്മുടെ ക്യാമ്പസുകൾക്ക്, കലാലയങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ള ചർച്ചകൾക്ക്, ആലോചനകളുടെ കൃത്യമായ ഉത്തരം മതകീയമായിട്ടുള്ള ഒരു വേര്, മതത്തിൻ്റെ അന്തസത്ത വിദ്യാഭ്യാസത്തിൽ നിന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം എടുക്കപ്പെട്ടിട്ടുണ്ട്. മതകീയമായ ഒരു വേര് എന്ന് അപ്രത്യക്ഷമായോ അന്നു മുതൽ ക്യാമ്പസും കലാലയങ്ങളുടെ അന്തരീക്ഷങ്ങളെല്ലാം ജീർണിച്ചു തുടങ്ങിയിട്ട് ഇന്ത്യയുടെ പൗരാണികമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തക്ഷശില, നളന്ദ എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം കൃത്യമായ ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള കലാശാലകളും കലാലയങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് മതത്തിൻ്റെ മതകീയമായ വേരുകളിൽ നിന്ന് ക്യാമ്പസ് അകന്നുപോയോ അന്നു മുതൽ മാനസികമായ പിരിമുറുക്കങ്ങളിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നമായി മാറി. ഈ ഉൽപ്പന്നത്തിനെ വാങ്ങിക്കണമെങ്കിൽ സമ്പത്ത് ചെലവഴിക്കണം. ഇങ്ങനെ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന വിജ്ഞാനത്തിനെ എങ്ങനെ വിൽക്കാമെന്നാണ് വിദ്യാർത്ഥികൾ ആലോചിക്കുക. അഥവാ വളരെ ലളിതമായി പറഞ്ഞാൽ, എൻ്റെ മകനെ ഡോക്ടറാക്കണം, എൻ്റെ മകളെ എഞ്ചിനീയർ ആക്കണം. ഈ ചിന്തയിലാണ് നമ്മുടെ രക്ഷിതാക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെ എൻ്റെ മകനെ മാർക്കറ്റ് ചെയ്യാം? എൻ്റെ മകൻ എഞ്ചിനീയർ ആയാൽ, എൻ്റെ മകൾ ഡോക്ടറായാൽ നാളെ അവന് കിട്ടാൻ പോകുന്ന നല്ലൊരു ജീവിതം, നാളെ അവന് സമൂഹത്തിൽ സാമ്പത്തികമായ ഉന്നത നിലവാരമുണ്ടാകും. ഇനി മകനാണെങ്കിൽ അവനെ കല്യാണം കഴിക്കുമ്പോൾ ആ രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭിക്കും. ഇങ്ങനെ മകനെ എങ്ങനെ വിൽപ്പന ചെയ്യാം, മകളെ എങ്ങനെ വിൽപ്പന ചെയ്യാം, അവർ നേടിയെടുത്തിട്ടുള്ള ഈ ഉൽപ്പന്നം, വിദ്യാഭ്യാസമാകുന്ന ഉൽപ്പന്നത്തിനെ എങ്ങനെ വിപണനം ചെയ്യാം, അതിനടിസ്ഥാനത്തിൽ മക്കളുടെ മേൽ രക്ഷിതാക്കളും കൂടെ ചേർന്ന ഒരു സദസ്സാണിതെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. കാരണം ക്യാമ്പസിൻ്റെ ജീർണത ക്യാമ്പസ് മാത്രം ഉണ്ടാക്കുന്നതല്ല, അവരുടെ സംഘർഷങ്ങൾക്കെല്ലാം കാരണങ്ങളിലൊന്നും നമ്മുടെ രക്ഷിതാക്കൾ കൂടിയാണ്. രക്ഷിതാക്കൾ അവർക്ക് മേൽ ചെലുത്തുന്ന സമ്മർദ്ദങ്ങൾ, ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും നല്ല പഠനങ്ങളിൽ കണ്ടത്, വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ കാലഘട്ടമാകുമ്പോഴേക്ക് സംഘർഷം, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, അവർ പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന സന്ദർഭങ്ങളിൽ അവർക്ക് തലേ ദിവസം പനിയുണ്ടാകുന്നു, അസുഖങ്ങളുണ്ടാകുന്നു. അവർക്കാരെയാണ് പേടിക്കുന്നത്? അള്ളാഹുവിൻ്റെ കോടതിയിൽ നാളെ ഒരു പരീക്ഷയുണ്ട് എന്ന് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുവാൻ, അതിന് പരിശീലിപ്പിക്കുവാൻ ഇത്രയൊന്നും രക്ഷിതാക്കൾ തയ്യാറാവാറില്ല. എന്നാൽ പക്ഷേ ഈ ഭൗതിക ലോകത്തുള്ള എക്സാമുകളിൽ ജയിച്ചു വരുവാൻ, മകനെ ജയിപ്പിച്ചെടുക്കുവാൻ, മകളെ ജയിപ്പിച്ചെടുക്കുവാനുള്ള നമ്മുടെ ത്വര, സത്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി വെച്ച ആയത്ത്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നീ വായിക്കുക, നിന്റെ സഠാവായ നിന്റെ ദൈവം തമ്പുരാന്റെ നാമത്തിൽ, അള്ളാഹുവിൻ്റെ നാമത്തിൽ നീ വായിക്കുക. അറിവിനെ, വായനയെ ഖുർആൻ ബന്ധപ്പെടുത്തുന്നത് അള്ളാഹുവുമായിട്ടാണ്, സഠാവുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത്. നിന്റെ റബ്ബുമായി നിന്റെ അറിവിനെ നീ കൃത്യമായി ബന്ധപ്പെടുത്തുക. നോക്കൂ, എല്ലാ വിജ്ഞാനത്തിൻ്റെയും, എല്ലാ മനുഷ്യൻ്റെ അറിവുകളുടെയും സ്രോതസ് അതവനെ എത്തിക്കേണ്ടത് അവൻ്റെ സൃഷ്ടാവിനെ കുറിച്ചിട്ടുള്ള ബോധത്തിലായിരിക്കണം. നേരത്തെ ഇവിടെ ഇ.ടി. ബഷീർ സൂചിപ്പിച്ചതായി വായിച്ചു. ആത്മീയമായ മനുഷ്യന്റെ വികാസം അത് സംഭവിക്കാത്തിടത്തോളം കാലം ജീർണിച്ചുകൊണ്ടിരിക്കും. അത് സമൂഹമായിരുന്നാലും കലാലയങ്ങളായിരുന്നാലും അത് ജീർണിച്ചുകൊണ്ടേയിരിക്കും. ആത്മീയമായിട്ടുള്ള ഒരു വികാസം അറിവിലൂടെ സംഭവിക്കണം. സാധാരണ പറയാറുണ്ട്, പൂവുകളായിരം കീറിമുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ, ഹൃദയങ്ങളായിരം കീറിമുറിച്ചു ഞാൻ ഹൃദയത്തിന് സത്യം പഠിക്കാൻ. ലാബുകളിലിരുന്ന് ഒരു വിദ്യാർത്ഥി പൂവിനെ കീറിമുറിക്കുന്നു, ഹൃദയത്തിനെ കീറിമുറിക്കുന്നു. ലാഘവത്തോടുകൂടി അവൻ ചെയ്യുന്ന ആ കർമ്മത്തിൽ ഹൃദയത്തിൻ്റെ സങ്കീർണതകളിൽ കാണുന്ന ഒരു ബയോളജി, അല്ലെങ്കിൽ അങ്ങനെ ലാബുകളിൽ ഇരുന്നു കൊണ്ട് പൂവിനെയൊക്കെ കീറിമുറിക്കുന്ന ഒരു സയൻസ് വിദ്യാർത്ഥി എത്തേണ്ട ഒരു നിഗമനം എന്താണ്? ഈ പൂവിൻ്റെ സൗരഭ്യത്തിന് പിന്നിൽ, ഈ ഹൃദയത്തിൻ്റെ ഘടനയ്ക്ക് പിന്നിൽ ഒരു വലിയ സൃഷ്ടാവുണ്ട്, നയന്താവുണ്ട് എന്ന ഒരു ഉത്തരത്തിലേക്ക് വിദ്യാർത്ഥി എത്താത്തിടത്തോളം കാലം അവിടെ ജീർണതകൾ ഉണ്ടാകും. അവൻ
അവൻ മെഡിക്കൽ സമരങ്ങളിൽ ഏർപ്പെടും. എങ്ങനെയാ മെഡിക്കൽ സമരങ്ങളിൽ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഏർപ്പെടുന്നത്? കീറിമുറിച്ച മനുഷ്യ ശരീരത്തിൻ്റെ മുന്നിൽ വെച്ച്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കേരളത്തിൽ സമരം പ്രഖ്യാപിക്കുകയുണ്ടായി വിദ്യാർത്ഥികൾ. ഒരു മനുഷ്യജീവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെയുള്ള ധാർമ്മിക ചിന്തകളെ എല്ലാം ത്യജിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം ശമ്പളം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം, ഇതൊക്കെ ബന്ധപ്പെടുത്തി അവരവരുടെ മനുഷ്യ ശരീരത്തിനെ ഒരു ലാബിൽ കീറിമുറിച്ചിട്ട് കടന്നുപോയി കളഞ്ഞു. അതുകൊണ്ടാണ് അറിവിനെ ഖുർആൻ ബന്ധിപ്പിക്കുന്നത് സട്ടാവുമായി. അവൻ്റെ വിജ്ഞാനം അവനെ ദൈവത്തിനെ കുറിച്ചുള്ള കൃത്യമായ ബോധമുണ്ടാക്കണം. അതാണ് MSMനെ സംബന്ധിച്ചിടത്തോളം, ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യാമ്പസുകളിൽ ഉയർത്തിപ്പിടിക്കുന്നത്. മതവിരുദ്ധത ലോകത്ത് ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല. ക്യാമ്പസുകളെ മതത്തിൽ നിന്ന് മുക്തമാക്കണം. പാശ്ചാത്യനാണ് ആദ്യം പറഞ്ഞത്. പാശ്ചാത്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം